സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത്. പ്രതീക്ഷയോടെയാണ് ചർച്ചയെ കാണുന്നതെന്ന് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ കൂടി പശ്ചാത്തലത്തിലാണ് വീണ്ടും വീണ ജോർജ് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ച. നാഷണൽ ഹെൽത്ത് മിഷൻ അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കലാനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക തുടങ്ങി സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഊന്നി ചർച്ച നടത്തണം. ചർച്ചയിൽ വാഗ്ദാനങ്ങളല്ല വേണ്ടത്, ഉറപ്പുകൾ ഉത്തരവുകളായി ലഭിക്കണമെന്നും സമരസമിതി. ഈ സമരം സെറ്റിൽ ചെയ്യാനാണല്ലോ ചർച്ച നടക്കുന്നത്. സമരം സെറ്റിൽ ചെയ്യണമെങ്കിൽ സമരസമിതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ പരിഹരിക്കുന്നതോടുകൂടി സമരം സെറ്റിൽ ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ. അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അംഗീകരിച്ച് അതൊരു ഉറപ്പായിട്ട് ലഭിക്കണം. അത് കേവലം ചർച്ച ചെയ്തു പറഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. വ്യക്തതയുള്ള ഉത്തരവും കൂടി ലഭിച്ചിട്ട് മാത്രമേ ഈ സമരപ്പന്തൽ വിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ. ചർച്ചയ്ക്ക് ക്ഷണിച്ചതിൽ പ്രതീക്ഷയിലാണ് ആശാ വർക്കേഴ്സും. അംഗീകരിക്കുമെന്ന് വിശ്വസിക്കാം. ഇനിയും വിളിച്ചിട്ട് കഴിഞ്ഞ 2 തവണ വിളിച്ചതുപോലെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു, നിങ്ങൾ സമരം മതിയാക്കി വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് കളിയാക്കാനാണോന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പം ബാക്കിയുള്ള ട്രേഡ് യൂണിയനുകളെയും വിളിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ സമരത്തിന്റെ ശക്തമായ വിജയം തന്നെയാണ്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന എസ് അനിതകുമാരിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെ കൂടാതെ CITU, INTUC സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.